7 വയസ്സുകാരൻ മകൻ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് പറയാണ്, അച്ഛാ ഈ ബോളിൽ എത്ര എയർ അടിച്ചിട്ടും ഇത് നിറയുന്നില്ല. അപ്പൊ നിങ്ങളത് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് മനസ്സിലായി ആ ബോളിൽ ഒരു ചെറിയ ഹോളുണ്ട്, അവനത് കണ്ടിട്ടില്ല. അപ്പൊ അവൻ അതിനകത്ത് മുഴുവൻ ഈ പമ്പ് വെച്ചിട്ട് ഇങ്ങനെ എയർ അടിക്കുക. അതിനുശേഷം കളിക്കാൻ പോകുമ്പോഴേക്കും ഇതിന്റെ എയർ പോയിട്ടുണ്ടാവും. അപ്പോൾ വീണ്ടും ഇങ്ങനെ എയർ അടിക്കും, ആ എയർ ഇതിനകത്ത് പോയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ മകനോട് പറഞ്ഞു കൊടുക്കണം, മോനെ ഇതിനകത്ത് കണ്ട ഒരു ചെറിയ ഹോള് കണ്ട, ഈ ഹോള് ഈ ഒരു ടാപ്പ് വെച്ചിട്ട് ഒട്ടിക്കണം, അല്ലെങ്കിൽ നീ എത്ര എയർ അടിച്ചാലും ആ ബോളിനകത്ത് എയർ നിൽക്കില്ല. അപ്പോൾ ആ കുട്ടിക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് നന്നായിട്ടുണ്ട്. എന്നാൽ നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങളുടെ കസ്റ്റമേഴ്സിനെ ഇതേപോലെ നിലനിർത്താൻ ശ്രമിക്കാറുണ്ടോ? എപ്പോഴും പുതിയ മാർക്കറ്റിംഗ് രീതികൾ ഉപയോഗിച്ചിട്ട് പുതിയ പുതിയ കസ്റ്റമേഴ്സിനെ നമ്മൾ കൊണ്ടുവരുമ്പോൾ പഴയ കസ്റ്റമേഴ്സിനെ റീറ്റെയിൻ ചെയ്ത് നിലനിർത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കാറുണ്ടോ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മുടെ കസ്റ്റമേഴ്സിനെ റീറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു 3 ടിപ്പുകളാണ് പറയാൻ വേണ്ടി പോകുന്നത്. ഒന്നാമത്തെ കാര്യം പ്രൊആക്റ്റീവ് ഫോളോ അപ്പ് ആണ്. അവരെ നല്ല രീതിയിൽ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടേയിരിക്കുക. നമ്മുടെ പുതിയ ഓഫറുകൾ വരുന്ന സമയത്ത്, പുതിയ ബെനിഫിറ്റുകൾ വരുന്ന സമയത്ത് എല്ലാം നമ്മൾ അവരെ അറിയിച്ചുകൊണ്ടേയിരിക്കണം. അവരുമായിട്ട് എപ്പോഴും കണക്ട് ചെയ്തുകൊണ്ടിരിക്കണം. രണ്ടാമത്തെ കാര്യം കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള വാല്യൂസ് ഉണ്ടാവണം നമ്മുടെ പ്രോഡക്റ്റിന്. എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ് എപ്പോഴും ഇംപ്രൂവ് ചെയ്തുകൊണ്ടേയിരിക്കണം. എപ്പോഴൊക്കെ ആവശ്യങ്ങൾ വരുന്നോ അല്ലെങ്കിൽ പുതിയ പുതിയ ടെക്നോളജികൾ വരുന്നോ അതിന് അനുസൃതമായിട്ട് നമ്മുടെ പ്രോഡക്റ്റുകൾ നമ്മൾ എപ്പോഴും ഇംപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കണം. മൂന്നാമത്തെ കാര്യം കളക്ട് ഫീഡ്ബാക്ക്. ഈ പറയുന്ന നമ്മുടെ കസ്റ്റമേഴ്സിൽ നിന്ന് ഫീഡ്ബാക്ക് എടുത്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ കസ്റ്റമർ ഫീഡ്ബാക്ക് തന്നെ നല്ലൊരു മാർഗ്ഗമാണ് നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ നിന്ന് ആ ഇൻഫർമേഷൻസ് കിട്ടുമ്പോൾ അതിനനുസരിച്ച് നമ്മുടെ പ്രോഡക്റ്റുകൾ നമ്മൾ എപ്പോഴും മാറ്റിക്കൊണ്ടിരിക്കുകയും വേണം. നമ്മുടെ പഴയ കസ്റ്റമേഴ്സായിട്ട് എപ്പോഴും ഏറ്റവും നല്ല ബന്ധം കീപ്പ് ചെയ്യണം. അവരായിരിക്കും നമ്മുടെ ഏറ്റവും നല്ല അസറ്റ് എന്ന് പറയാവുന്നത്. ഓക്കെ, എന്തായാലും നമുക്ക് ഈ സിസ്റ്റമാറ്റിക് ആയിട്ട് ബിസിനസ് റൺ ചെയ്ത് പോകുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. അതാണ് ബിസിനസ് മാസ്റ്ററി ഹബ്ബ് എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി. അതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ബയോയിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് ഉണ്ടായിരിക്കും, അതിൽ ക്ലിക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.